ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് കാണാം. വരൂ, വീഡിയോൻ്റെ ഉള്ളിൽ പോവാം. ഹലോ. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റതും കുറച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ. എന്തായാലും ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ രാവിലത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അത്ര ധൃതിയൊന്നും ഇല്ലാതെ മെല്ലെയാണ് കേട്ടോ ഓരോ പണിയും ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ചപ്പാത്തിയും പിന്നെ കുറച്ച് പനീറുടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ പനീർ ബട്ടർ മസാല വെക്കാൻ ട്രൈ ചെയ്തതാണ്. പിന്നെ വീട്ടിൽ ബട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നെയ്യ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. എന്തായാലും ബട്ടർ ഒരുക്കി കഴിഞ്ഞാൽ നെയ്യാണല്ലോ ആവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പനീർ നെയ്യ് മസാല എന്ന് നമുക്ക് പറയാം. അങ്ങനെ അത് കുറച്ച് ചൂടാവാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ കുറച്ച് ചപ്പാത്തിയിൽ മുട്ട ഒഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മുട്ടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് കുട്ടിക്കുമാണ്. അപ്പോൾ അങ്ങനെ 2 മുട്ട എടുത്തിട്ട് ഓരോ മുട്ടയിൽ ഓരോ ചപ്പാത്തി വെച്ചിട്ട് അങ്ങനെ മേലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. കുട്ടി എന്തായാലും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ബാക്കിൽ തന്നെ ആയിരിക്കും. ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നോക്കി തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ. അവരാണെങ്കിൽ പിന്നെ മുട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മുട്ട കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ പിന്നെ അടുത്ത് തന്നെ നിൽക്കുകയാണേ. അടുക്കളയിൽ പിന്നെ ഞാൻ പണി ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ലാബിൻ്റെ മുകളിലായിരിക്കും ആളുടെ ഫുള്ള് ടോയ്സ് അവിടെയാണ്. എന്തായാലും അതൊക്കെ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നടക്കുന്നു കേട്ടോ. രാവിലെ എണീറ്റിട്ട് സൗണ്ട് ഉണ്ടാക്കലും കളിക്കലും പാട്ട് പാടിയിട്ട് നടക്കലൊക്കെയാണ് അവൻ്റെ പണി. എന്തായാലും ആദ്യത്തെ മുട്ടയും ചപ്പാത്തിയും ആൾക്കുള്ളതാണ്. അപ്പോൾ അടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചൂടാറിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂടാറായിട്ട് ഞാൻ എന്തായാലും സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ എനിക്കുള്ളതും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം, പറയാനറിയാൻ പാടില്ലല്ല. എവിടെ എടുത്തിട്ട് പോണ്? എവിടെ എടുത്തിട്ട് പോണ? ഒറ്റ കഴിക്കാനാ? ഇവിടെ നിൽക്ക്, അമ്മ പിച്ചിട്ട് തരാം. അവിടത്താ പിച്ചിട്ട് തരാം. ഇങ്ങനെ ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അവന് കഴിക്കാൻ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവൻ ഫുള്ളങ്ങനെ വായിട്ട് തുരുകും. അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആളൊറ്റയ്ക്ക് കഴിക്കാമെന്ന് പറയുന്നത്. അപ്പം എന്തായാലും അവനിത് കൊടുക്കുന്നുണ്ട്. കറി ഒഴിക്കട്ടെ വെച്ചപ്പോൾ കറി ഒഴിക്കേണ്ടതാ പറഞ്ഞത്. അപ്പം എന്തായാലും വെറും ചപ്പാത്തിയും മുട്ടയും മാത്രം കഴിക്കാനാണ് ഇപ്പം ആൾക്ക് പ്ലാന്. എന്നാ ഒറ്റയ്ക്ക് കഴിക്കുമോ? എനിക്ക് പിന്നെ ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ലെറ്റ്യൂസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ലെറ്റ്യൂസ് ഞാൻ ആ സ്റ്റെമ്പിൻ്റെ അവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ട് എടുത്ത് വെച്ചിരുന്നത്. പെട്ടെന്ന് കേടുവരില്ല കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ഇതിലിപ്പോൾ ഈ കളർ ഡിഫറൻസ് ഉള്ളതൊക്കെ കുറച്ച് കളയണം കേട്ടോ. ഇതിൽ ഈ മഞ്ഞ കളർ ഉണ്ടോ ഈ അറ്റത്ത്, അതൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പറിച്ച് കളയാണ്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരാഴ്ച ആയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ
ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് എടുത്ത് യൂസ് ചെയ്തിട്ട് ബാക്കി അങ്ങനെയാണ് ഇവർ എടുത്തേക്ക്. നേരത്തെ ഞാനൊരു ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് അടിയിലുള്ളത് ആ ഒരു ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ഒരുമാതിരി ചെയ്യുന്നു. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് അപ്പോൾ ഞാനിങ്ങനെ അവർ അവിടെ നിന്ന് തരുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ വെച്ചപ്പോൾ അത് കുറച്ച് ദിവസം അപ്പോൾ ഇത്രയും കളയാനാണ്. ഇതിലൊരു ബ്രൗൺ കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇത് കളയാണ്. ഇത്രയും ഞാനിപ്പോൾ കഴിക്കാനായിട്ട് ചപ്പാത്തിൻ്റെ കൂടെ ഞാനിപ്പോൾ കഴിക്കാനായിട്ട് എടുത്ത് ഫുള്ള് ഇത് നല്ലോണം വെളിച്ചടിക്കുന്നു കേട്ടോ, നല്ല പുറത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരി ക്ലെയർ അടിക്കുന്ന പോലെ കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും കാണുന്നുണ്ട്. അതെ, അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം മാത്രമേ കഴിക്കുന്നുള്ളൂ. കഴുകി അയക്കി വേണമെങ്കിൽ അയക്കി കഴുകിയിട്ട് കുറച്ച് വെള്ളം തരും. നേരത്തേക്ക് ലെറ്റ്യൂസ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്തോ ഇതിനോട് ഭയങ്കര താല്പര്യം. ക്യാബേജ് ആയിരുന്നു കേട്ടോ കൂടുതൽ ഞാൻ സാലഡിനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലെറ്റ്യൂസ് കഴിച്ചു തുടങ്ങിയത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഈ ഒരു സംഭവം മാത്രമേ കഴിക്കുന്നുള്ളൂ. ഞാൻ കളിക്കാൻ പാടില്ല ചിക്കോ. ഒരു തൊട്ട് കഴിച്ച് നോക്ക്, ഇതിൽ തൊട്ട് കഴിക്ക്, കഴിച്ച് നോക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാ. അപ്പൊ തൊട്ട് കഴിക്ക്. മുട്ടയൊക്കെ എടുത്ത് കഴിച്ചില്ല നീ? കഴിക്ക്. അപ്പം എന്തായാലും ഇന്നത്തെ ചെറിയ മോർണിംഗ് വ്ളോഗ് ഇതോടെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് പോകാനുണ്ട്, അപ്പം അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.